നമ്മളെല്ലാവരും ജഡ്ജിമാരല്ല എന്ന് ഞാൻ ആദ്യത്തെ വരി പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്തെ വരി നേരെ തിരിച്ചാ. നമ്മളെല്ലാവരും ജഡ്ജിമാരാ. ഓരോരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ആരാ? നമ്മള്. വഴിക്ക് വീണ് കിടക്കുകയാണ്. എന്താ വഴിക്ക് വീഴാൻ കാരണം? കാല് വെച്ചു, അവിടെ വഴുക്കലുണ്ടെന്ന് അറിഞ്ഞില്ല. അപ്പൊ ജഡ്ജിമെന്റിന് തെറ്റി. വഴുക്കലുള്ളത് അറിയാതെ കാല് വെച്ചു, വീണു. 365 ദിവസവും 24 മണിക്കൂറും നമ്മള് ജഡ്ജിമാരാ. ശ്രദ്ധിക്കണം. വലിയ പതനങ്ങളുടെ ഒക്കെ കാരണം ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചു, പ്രതീക്ഷ തെറ്റി. ഇതെന്താ പേരാണ്? എറർ ഓഫ് ജഡ്ജ്മെന്റ്. ഞാൻ കട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ തലയണൊന്നും ഉപയോഗിക്കില്ല. കട്ടിലിന്റെ ഒരു ഭാഗത്ത് സൈഡ് കിടക്കുമ്പോൾ കട്ടിൽ എവിടെ അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ പോയിരുന്നാലും ശരി, ഈ തലക്കിലേക്ക് വല്ലാതെ പോവില്ല. 2 ആഴ്ച മുമ്പ് ജഡ്ജ്മെന്റ് തെറ്റി. കട്ടിൽ മുന്ന് ഇപ്പുറത്തേക്ക് ഭയങ്കര വീഴ്ച വീണു. ശബ്ദം ആരും കേട്ടില്ല, ഒരാളും കേട്ടില്ല. അവിടെ സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുറിവൊന്നും ഉണ്ടായില്ല. മുറിവുണ്ടായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ടും ഉറക്കം കൊണ്ടും അങ്ങനെ കട്ടിൽ കയറിയാൽ കിടന്നു. മുറിവുണ്ടെങ്കിൽ നാളെ നേരം വിളിച്ചാകുമ്പോൾ നോക്കാം. ഭാഗ്യം നീണ്ടു നിവർന്നങ്ങോട്ട് തലയണ ഇല്ലാതെ കിടക്കുമ്പോൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. ഞാൻ തലയണയ്ക്ക് ഭയങ്കര എതിരാണ്. അത് വേറൊരു ദിവസം പറയാം. ജഡ്ജ്മെന്റ് തെറ്റി. വലിയ വലിയ ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത്, നമ്മളൊക്കെ ജഡ്ജസാണ്, ജഡ്ജ്മെന്റ് തെറ്റുന്നു. നളൻ പാചകത്തിന്റെ കാര്യത്തിൽ നളപാചകം എന്നല്ലേ പറയാ. നളന്റെ മേല് കലി കയറാൻ നിശ്ചയിച്ചു. കലി കയറാൻ ഒരു നിവൃത്തിയില്ല. ആ നിവൃത്തിയില്ലാതെ കലിക നടക്കുകയാണ്. നളൻ ഒരു പ്രത്യേക അവസരത്തിൽ, സുദീർഘമായ കഥ പറയുന്നില്ല, കാല് കഴുകുകയാണ്. ഉപ്പൂറ്റിയുടെ ഭാഗം വെള്ളം നനഞ്ഞില്ല. നെഗറ്റീവ് കലി അതില കയറി. നമുക്കൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് കാല് കഴുകുമ്പോൾ ഉപ്പൂറ്റിയുടെ ഭാഗം കഴുകണം എന്ന് പറയാം. നെഗറ്റീവ് അതിലേക്ക് കയറും. ജഡ്ജ്മെന്റിൽ തെറ്റുപറ്റി. കാല് മുഴുവൻ നനഞ്ഞോന്ന് നോക്കിയില്ല. ദശരഥന് ജഡ്ജ്മെന്റില് കുറച്ച് അബദ്ധം പറ്റി. എറർ ഓഫ് ജഡ്ജ്മെന്റ്. കൈകേയിയെ വിലയിരുത്തുമ്പോൾ, കൈകേയിക്ക് വരം കൊടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചില്ല. ആ എറർ ഓഫ് ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. ഇത് നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. ധൃതരാഷ്ട്രൻ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യരാണ്. ധൃതരാഷ്ട്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ രാഷ്ട്രം, ഭൂമി, സ്ഥലം, സ്വത്ത്, സമ്പത്ത്, അതിനെ മുറുകെ പിടിക്കുന്നവെന്നർത്ഥം.
മക്കളെ കുറിച്ച് വലിയ സെന്റിമെന്റ്സ് ആയിരുന്നു. മക്കളിലെ നന്മകൾ മാത്രം കണ്ടു. എന്താ കുട്ടിയെ ചെയ്യില്ല. ദുര്യോധനൻ എന്ന് പേരിട്ടു. ദുർഗുണങ്ങളെ കൊണ്ട് ദുര്യോധനായി. എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? ജഡ്ജിമെന്റ് തെറ്റി. ഈ മക്കളാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനിത് പറയുമ്പോൾ ആരാധക ശ്രോതാക്കള്, ഞാൻ പറഞ്ഞ കഥയല്ല കേൾക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ ഇന്ന പോലെയുള്ള ജഡ്ജിമെന്റ് അബദ്ധമല്ലോ. ഇങ്ങനെ എത്ര, എന്താ തൊട്ട വീട്ടിലെ പരമേശ്വരന്മാരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ പുരാണ കഥയിലത്തെ കഥാപാത്രത്തെയും പോപ്പുലറായ വ്യക്തികളെയും വേണമല്ലോ പറയാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ശരിക്കും നമ്മളെ ഒക്കെ ചുറ്റും കാണുന്ന ഓരോരുത്തരുടെയും പതനം ജഡ്ജിമെന്റ് തെറ്റി. കള്ളക്കടത്തായിട്ട് കൊണ്ടുവരുന്ന സാധനം ഒരു കാരണവശാലും പിടിക്കില്ല എന്നായിരുന്നു വിചാരേ. എങ്ങനെ പോയിരുന്നാലേ പിടിക്കില്ല. പക്ഷെ എവിടെയോ ഒരു അബദ്ധം പറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡ്, വിശ്വകേതു എന്നൊക്കെയാണ് അതിന്റെ പേര്, അതും കൂടി കിട്ടിയാൽ ഒക്കെ അയച്ചിട്ട് നിൽക്കുകയായിരുന്നു മഹാബലി. മഹാബലി വിചാരിച്ചതിന് അതും കൂടി കിട്ടിയൊക്കെ ആയി എന്നാണ്. ഭയങ്കര വിവരമുള്ള ആളാ. വിവരമുള്ളവർക്ക് അത് കൊടുക്കുക. ഇന്റർവ്യൂവിന് ഒരാൾ വന്നു. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്റർവ്യൂവിന് ആൾ വരില്ലേ? PR നായർ നോബൽ സമ്മാനം എന്ന് പറയുമ്പോൾ നാലാൾ ചോദിക്കില്ലേ അയാൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത് പറഞ്ഞു തെറ്റുണ്ടോ? എപ്പോ സ്ഥാനത്ത് എത്തുമ്പോഴും വേറെ ആർഗ്യുമെന്റ്സ് വരില്ലേ? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഗുരു. എന്നെ ശ്രദ്ധിക്കാൻ ഞാൻ മതി, എന്റെ ശമ്പളക്കാരനാണ് ഗുരു, ഉപദേശിക്കണ്ട. വന്ന ആൾ ഇത്രയും വലിയ പദവിയിലേക്ക് ഉയർത്താൻ, ആ പദവി കിട്ടി, ഉയർന്നു, പാദതലത്തിലേക്ക് വന്നിട്ട് സമസ്ത ചരാചരങ്ങളിൽ ഹെഡാക്കി മാറ്റി. വിഷ്ണു കാവൽക്കാരനാക്കി മാറ്റി. വിഷ്ണു മഹാബലിയുടെ കാവൽക്കാരനാണ്. അത്ര വലിയ സ്ഥാനം കൊടുത്ത് ശിക്ഷിക്കാൻ വന്നതല്ല. ചെറിയൊരു അബദ്ധം വിധിച്ചു. 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. ഇതാപ്പ അത്ര വലിയ കാര്യം എന്ന് വിചാരിച്ചില്ലേ? ആ 3 അടിയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ മഹാബലിയെ കുറിച്ച് ആലോചിക്കും. ഓരോ ഓണക്കാലത്തും ആലോചിക്കും എന്ത് പൊട്ടത്തിനെ പറ്റി. അവിടെ 3 അടി എന്ന് പറഞ്ഞാൽ കാലിന്റെ അടി എന്നല്ലല്ലോ അർത്ഥം. അബദ്ധം പറ്റി. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതാണ് 3 അടി, 3 തലം, 3 റേഞ്ച്. ഇതാണ് ജീവിതം. ആ 3 ഇല്ല, അത് പറഞ്ഞു കൊടുത്തു. അറിവിന്റെ പൂർണ്ണതയ്ക്ക് ജാഗ്രതും സ്വപ്നവും ഒന്നാ. 2 അടിയേ ഉള്ളൂ. 2 അടി മാത്രം കൈവശമുള്ള ഒരാളോട് 3 അടി ചോദിക്കുമ്പോ അതാണോ അളന്നെടുത്തോ എന്ന് പറഞ്ഞപ്പോ ജഡ്ജിമെന്റ് തെറ്റിയില്ലേ? അളന്നെടുത്തോന്നോ? അവിടെ 3 അടി എവിടെ? ₹500 ഞാൻ തരാം. പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ 100 നോട്ടാണ്. അതുപോലെ ഒരു അബദ്ധമല്ലേ പറ്റി. ജാഗ്രത സ്വപ്നവും, നിങ്ങൾ ജാഗരാവസ്ഥയിൽ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും ഒന്ന്. എത്രയോ പേരുടെ കാര്യം കാണുന്നില്ലേ? ജഡ്ജിമെന്റ് തെറ്റുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ജഡ്ജിമെന്റ്. നമ്മളെ ആദരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഓരോന്ന് കേൾക്കും.
അയ്യോ, ഇത്ര നിസ്സാര അബദ്ധം അദ്ദേഹത്തിന് പറ്റിയോ? കീർത്തിയുടെ ഉയരങ്ങളിൽ നിന്നാണ് അവർ താഴോട്ട് വീണത്. എന്താ കാരണം? എറർ ഓർ ജഡ്ജ്മെന്റ്, കണക്കുകൂട്ടലുകൾ പറയുന്നു. മഹാഭാരത യുദ്ധത്തിൽ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയുമെന്നാണ് കൗരവന്മാർ വിചാരിച്ചത്. അവരുടെ കണക്കൂട്ടി, എത്ര സൈന്യം ഒക്കെ കണക്കൂട്ടി. ആകെ ശ്രദ്ധിക്കേണ്ട ഒരുത്തനെയാണ് ഭീമസേനന്. ബാക്കിയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം. അർജുനനെയൊക്കെ തോൽപ്പിക്കാം. നകുലൻ സഹദേവന്മാരൊക്കെ പാവങ്ങളാ, അവരെ തോൽപ്പിക്കാൻ പ്രശ്നമില്ല. ധർമ്മപുത്രർ ധർമ്മത്തിന്റെ ഭാഗം നിൽക്കുള്ളൂ, നമ്മൾ പ്രശ്നമില്ല. ആ ഭീമസേനൻ എന്നുള്ള ഭയങ്കരനെ എങ്ങനെയാണ് തോൽപ്പിക്കുക എന്നായിരുന്നു ചിന്ത. ഒടുവിൽ ജഡ്ജിമെന്റ് തെറ്റി. ഭീമസേനല്ല പ്രശ്നക്കാരനായി വന്നത്, അർജുനനായിരുന്നു. അർജുനനെയും സഹായിച്ചത് ഇവര് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത കൃഷ്ണൻ ആയിരുന്നു. ലോകത്തിന്റെ കഥ മുഴുവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെ പതനവും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച പോലെയല്ല വന്നത്. ലോക സാഹിത്യമൊക്കെ പരമാവധി നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നു. ലോക സാഹിത്യം വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരു തലയ്ക്ക് തന്നെ നമ്മൾ വായിച്ചു വരുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.